കോഹിനൂറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സംവിധായകൻ വിനയ്, പിന്നെ ആസിഫ്, അതുപോലെ രാജീവ്, ഒരുപാട് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ. പക്ഷെ എൻ്റെ പ്രൊഡക്ഷൻ ആസ് എ ഏറ്റെടുക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇവരൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് വളർന്നത് എന്നുള്ളൊരു സങ്കോചം, ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അത് ഇന്നലെ മാറിക്കിട്ടി. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയങ്കനായ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഇവൻ മമ്മൂക്കയുടെ ഒരു മാസ്കും കൊണ്ടിങ്ങനെ നിൽക്കണം. ഞാൻ ചോദിച്ചു, എന്താ പരിപാടി? മമ്മൂക്കയുടെ ബർത്ത്ഡേ വിഷയം. ശരി, അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു സംഭവം ഉണ്ടോ, ചാക്കോച്ചൻ്റെ കൂടെ നിൽക്കുമോ? അവിടെ നിൽക്കാം. അപ്പം ആദ്യമേ മമ്മൂക്കയുടെ ഒരു മാസ്ക് വെച്ചിട്ട് അവിടെ നിർത്തിയിട്ട് സംഭവം പറഞ്ഞു. മലയാള സിനിമയുടെ കോഹിനൂറിന് ഇങ്ങനെ നോക്കി, രാജമ്മയുടെ യാഹുവിൻ്റെ ബർത്ത്ഡേ ജന്മദിനാശംസകൾ. ഇപ്പം കോഹിനൂർ എന്നുള്ളത് ഇതിൻ്റെ കൂടെ കയറ്റപ്പോൾ തന്നെ മനസ്സിലായി ഇവരുടെ നല്ലൊരു ബിസിനസ് അക്യൂമെൻ്റ് ഉള്ള ആളാണ്. അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കലാകാരനും ഒരു ബിസിനസ്സുകാരനും കൂടെ ആയാൽ മാത്രമേ സിനിമയിലൊരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ, സിനിമ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ രീതിയിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിലും ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിലും ഒരു നല്ല നിർമ്മാതാവ് എന്നുള്ള നിലയിലേക്കും ആസിഫ് ഇനിയും ഉയരങ്ങൾ താണ്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ജോഡി വീണ്ടും വിജയങ്ങളിലൂടെ കൂടുതൽ സന്തോഷങ്ങൾ നമുക്കും സിനിമയ്ക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ കോഹിനൂർ ടു എൻജോയ്. താങ്ക് യു.